ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിലധികം പേര് ഗ്രൂപ്പ് കൂടിയിട്ട് ജോലിയെടുക്കുക. ഓക്കെ, അപ്പോൾ ആ ലക്ഷ്യം എന്നിവിടെ പറയുന്നത് ഒരു എക്കണോമിക് ഇതായിരിക്കും. എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായൊരു നേട്ടത്തിന് അല്ലെങ്കിൽ ഒരു കൺട്രീൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതെന്തും ആകാം. അതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ട് അവരൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്യും. അതിനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ വോളണ്ടറി അസോസിയേഷനാണ്. അതിലുള്ള ഓരോ മെമ്പേഴ്സും അവരുടെ ഇഷ്ടത്തിനാണ് അവിടെ വന്നേക്കുന്നത്. ആരും അവരെ നിർബന്ധിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെമ്പർ ആവാം. ഓക്കെ, പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനാണ് ഫോം ചെയ്തത് ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അവരൊരു സെപ്പറേറ്റ് ഫോമാണ്. ഓക്കെ, അവർ ഒരുപാട് പേര് ചേർന്നുകൊണ്ട് ജോലി ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവർക്ക് വേറൊരു ഫോമുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ഓർഗനൈസേഷനുമായിട്ടോ അവർക്ക് യാതൊരു ബന്ധമില്ല. അവർ ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷനാണ്, ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉള്ള ഒരു ആൾ എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. സോഴ്സ് ഓഫ് ഫിനാൻസ്, ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സാമ്പത്തികം ഫിനാൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മെമ്പേഴ്സ് തന്നെയാണ് അതിനുള്ള പൈസ ഇടുന്നത്. അത് ലോൺസിലൂടെ ആവാം, ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ്സിലൂടെ ആവാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് തന്നെ ഇട്ടതാവാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഇനി സർവീസ് മോട്ടീവാണ്. അവരുടെ പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ സർവീസാണ്, അതായത് സേവനം, സമൂഹത്തിന് വേണ്ട സേവനം കൊടുക്കുക. അതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം. ഇനി ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എത്ര തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതിലാദ്യം വരുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇതുപോലെ ടൈപ്സ് അല്ലെങ്കിൽ ടൈപ്സ് വരുമ്പോഴത്തേക്ക്, എന്തിൻ്റെയും ടൈപ്സ് വരുമ്പോഴത്തേക്ക്, അത് ബിസിനസ്സിലായാലും എക്കണോമിക്സ് ആയാലും നിങ്ങളൊരു മെയിൻ ഒരു ഹെഡിങ് പോലെ ഇങ്ങനെ എഴുതണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ടൈപ്സ്. ഓക്കെ, ഇങ്ങനെ മെയിൻ ഒരു ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് എത്ര ടൈപ്സ് ഉണ്ട് അങ്ങനെ ഇതുപോലെ വരച്ച് ഇടുക. ഇപ്പം 5 എണ്ണം ആണെങ്കിൽ 5 എണ്ണം, 4 എണ്ണം ആണെങ്കിൽ 4 എണ്ണം, 3 എണ്ണം, ഇങ്ങനെ വരച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ എഴുതി